പോകുന്നത് വയലോട്ടാണ്. നല്ല നീല കളറിൽ കിടന്ന കുളവാണ് ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വാഴത്തോക്ക്. 100 വാഴയുണ്ട് ഇവിടെ. എന്തിനാണെന്ന് വെച്ചാൽ ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു തോന്നുന്നു അല്ലേ. പണ്ടൊക്കെ പോയിട്ടേ ഉള്ളൂ ഈ വരമ്പിൽ കൂടെ ഇങ്ങനെ. ഇപ്പം കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ വീണ്ടും പോകുന്നത്. പിന്നെ ചേട്ടാ അവിടെ കുളത്തിൽ നിന്ന് വെള്ളമൊക്കെ കോരി വാഴയ്ക്ക് ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഓരോരോ കുളങ്ങൾ കുഴിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ കിടക്കുന്ന വാഴയുടെ കന്നിനെ എല്ലാം മുറിച്ച് കളയാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ആ പണിയിലായിരുന്നു. നല്ല ബലമായി ഈ സാധനത്തിന്. കന്ന് നിന്നോടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. കൊടുത്തത് ഇനി എവിടെയെങ്കിലും കന്നുണ്ടോ? ചവിട്ടാൻ പറ്റണില്ല, ചവിട്ടിയിട്ട് ഒടിയണില്ല. ചേട്ടൻ വാഴയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിനെ പറ്റിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്നും വെള്ളം അതിൽ നിന്ന് കോരുമ്പോഴേ അതിൽ നിന്ന് വെള്ളം ഊറോ? മറുപടി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. കേൾക്കാൻ പറ്റാത്തോണ്ടാണ്. എന്നെ കൊണ്ട് വെള്ളം കോരിക്കാൻ സമ്മതിച്ചില്ല. സ്വന്തമായിട്ട് തന്നെ. ഇത് നല്ല കുളമാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെയുള്ള ഓരോ സ്ഥലത്തും ഇവിടെ ഒരു കുളം, അവിടെ ഒരു കുളം, അതിൻ്റെ അപ്പുറത്തുണ്ട്. ചേട്ടൻ വെള്ളമൊക്കെ കോരി വാഴയ്ക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു വശത്തൂടെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ സ്ഥലത്തും ഒഴിച്ച് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു. സമാധാനമായിട്ട് എനിക്കൊന്ന് ചേച്ചി ഒന്ന് പേടിപ്പിച്ചു. വാഴയ്ക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വന്നിട്ട് പിന്നെ ജോലി എന്ന് പറഞ്ഞാൽ തേങ്ങ പറക്കി വിറകുരയ്ക്കകത്ത് കൊണ്ടിടാനാണ്. നമ്മളെ വീട്ടിലൊക്കെ തേങ്ങ ഇപ്പോൾ വാങ്ങിക്കേണ്ടിയിരിക്കുന്നത്. തെങ്ങൊന്നുമില്ല. തെങ്ങെല്ലാം മറ്റില്ല വണ്ട് വന്ന് നശിപ്പിച്ച് കളഞ്ഞു. നിങ്ങളെ വീട്ടിലൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും തേങ്ങയൊക്കെ പറക്കി മേല് വിറവരയ്ക്കകത്ത് കൊണ്ടിട്ട് വിറക് വരെയൊക്കെ അടച്ചു കൂട്ടി വീണ്ടും പോയി കുളിച്ച് റെഡിയായി ആഹാരമൊക്കെ കഴിച്ചു. അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സി യു.